എഫ് അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി ഉണ്ടാവുന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. അതിൽ താങ്കളുടെ പേരാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം തങ്ങൾ അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. എത്രയോ തവണ ലീഗ് രണ്ടാമത്തെ പാർട്ടിയായി ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? പിന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരുന്നത് ഇടതുപക്ഷമാണ്. ഞങ്ങളിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേവലാതി ഇല്ല, ഒരാവശ്യം പണ്ടുണ്ടായിട്ടില്ല. പിന്നെ വെറുതെ എന്തിനാ ഇതൊക്കെ ചർച്ചയാക്കേണ്ട കാര്യം? അതൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അതത് പാർട്ടികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതത് പാർട്ടികൾ പറയും. ലീഗിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ യുക്തമായ സമയത്ത് പാണക്കാട് തങ്ങൾ പറയും. പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് തക്ക സമയത്ത് ഞങ്ങൾ പറയും. കോൺഗ്രസിന്റെ 2 ദിവസത്തെ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജനുവരിയോട് കൂടി ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ അത് ഒരു അസാധാരണമായ സാഹചര്യമാണ്. സാധാരണ ഇങ്ങനെയൊന്നും കാണാറില്ല. അപ്പൊ എങ്ങനെയാ അതിനെ കോൺഗ്രസിന്റെ ശ്രമങ്ങളൊന്നും ലീഗ് കാണുന്നത്? അസാധാരണമായ പലതും ഇപ്പൊ സംഭവിച്ചില്ലേ? ആദ്യം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ പല കോർപ്പറേഷനുകളിലും ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ നല്ല ടീം വർക്ക് നടന്നു. ഇടതുപക്ഷത്തിന്റെ എല്ലാ ദുഷ്പ്രചരണങ്ങളെയും പിന്നെ ഇല്ലാതാക്കി അവിശ്വസനീയമായ രീതിയിൽ കോർപ്പറേഷനുകളൊക്കെ പിടിച്ചമർത്തി എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ നടന്നു. അതുപോലെ പണ്ട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ ഹാങ് ഓവറിൽ ഇരിക്കേണ്ട. കോൺഗ്രസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതിനുവേണ്ടിയുള്ള അവിടെ പിന്നെ വയനാട്ടിലെ ഇരുത്തം വളരെ ശുഭ സൂചകമാണ്. തീർച്ചയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫുൾ സെറ്റാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ പരിപാടിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു തരത്തിലും ഒരു ചാഞ്ചല്യവും ഇല്ലാതെ യുക്തമായ സമയത്ത് പുറത്തു വരും.